ഇതിനകത്ത് ഒരു ഈ ഭയങ്കര വെട്ടമായതുകൊണ്ട് ഞാൻ തന്നെ പോയി ഒരു ചെയർ എടുത്തിട്ട് ഇപ്പം എനിക്ക് കറങ്ങാൻ തിരിയാൻ അറിയാം. ഇല്ലെങ്കിൽ പിന്നീട് പെട്ടിക്കൊക്കെ താല്പര്യം 3 മാസത്തെ ഡ്രസ്സും തന്നെ കിടപ്പുണ്ട്. ഇതിവിടെ വർക്ക് ചെയ്യുന്ന ടേബിൾ, സ്ക്രിപ്റ്റ് എഴുതുന്ന ടേബിൾ എത്ര August 22 ആണെന്ന്. ഓക്കെ, ഇതാണ് എൻ്റെ എഡിറ്റിംഗ് ടേബിൾ. ബിഗ് ബോസിന്റെ കഴിഞ്ഞ വർഷം റിവ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഹലോ, ഹായ് മക്കളെ, വെൽക്കം ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്നോട് നിറയെ പേര് ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്, എവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ എഡിറ്റിംഗ് വർക്ക്സൊക്കെ ആരാ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പരിപാടീസ് എന്നൊക്കെ. അപ്പോൾ ആക്ച്വലി ഇന്ന് ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ഞാൻ അതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ എടുക്കട്ടെ. ഹാളിലാണ്. അപ്പോൾ ഞാൻ ഹാൾ തിരിച്ച് കാണിച്ചു തരാം. ഇത് നമ്മുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണിത്. താഴെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. വീഡിയോ ഞാൻ എടുക്കാൻ വന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും മനസ്സിഫ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഞാൻ എങ്ങനെയാണോ ഇപ്പോൾ കിടക്കുന്നത് അതുപോലെ തന്നെയാണ്. ഒന്നും ഞാൻ മാറ്റി വെച്ചിട്ടില്ല. ബിക്കോസ് ബിഗ് ബോസ് സമയത്ത് എനിക്ക് ഒന്നിനും സമയം കിട്ടാറ് കൂടിയില്ല, സത്യം. അപ്പോൾ ഇപ്പോൾ രാത്രി ഒരു 8-8 ആയിട്ടുണ്ട്. അപ്പം കുറച്ച് സമയം ഒന്ന് ഫ്രീ കിട്ടിയപ്പോഴത്തേക്കുമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നത്. അല്ലെങ്കിൽ ലൈവിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ വീഡിയോയുടെ കേസ് പറയുമ്പോൾ ഫസ്റ്റ് അതിനകത്ത് കോസ്റ്റ്യൂം മാറ്ററാണ്. ഞാൻ ഇടുന്ന ഡ്രസ്സ്, പണ്ടൊക്കെ ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ തുടങ്ങുന്ന സമയത്ത് നിറയെ പേരെൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നൊരു കുറ്റമായിരുന്നു, ഒരൊറ്റ ഡ്രസ്സാണോ നിനക്ക് ഡെയിലി ഉള്ളത്, വേറെ ഒരു ഡ്രസ്സും ഇല്ലേന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സുകളെല്ലാം തന്നെ ആദ്യം തന്നെ കളക്ട് ചെയ്ത് ഇവിടെ എല്ലാം പെട്ടിക്കകത്താക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ പിന്നീട് പെട്ടിക്കകത്താക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടത് ഏതാ ഇടാത്ത ഏതെന്ന് നോക്കിയെടുക്കാം. പെട്ടിയിലുണ്ട്. അടുത്ത് ദേഹം എന്താ പറയുക, ഒരു കൂടെ നിറച്ചിട്ട് ഉള്ള ഡ്രസ്സുകളുണ്ട്. എനിക്കൊന്ന് 3 മാസത്തെ ഡ്രസ്സും ഫിക്സ്ഡ് ആണ്. പിന്നെ ഓണത്തിനിടാനുള്ള സെപ്പറേറ്റ് ഉള്ളത് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം സെറ്റാണ്. പിന്നെ ഇന്നിട്ട ഡ്രസ്സുകളൊക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇതിവിടെ താൽക്കാലികമായിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടി കൊണ്ടിട്ടിരിക്കുന്ന ഒരു ഗാർഡൻ ചെയറാണ്. അതവിടെ കിടന്നോട്ടെ. അപ്പം ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വൃത്തിയൊന്നും ആക്കിയിട്ടില്ല. അപ്പം സ്റ്റെപ്പ് കയറി വരുന്ന അവിടെ തന്നെയാണ് എൻ്റെ സ്റ്റുഡിയോ വരുന്നത്. നമുക്ക് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് സ്റ്റുഡിയോക്കകത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, ഞാൻ ഡോർ അടച്ചു. ഇതാണ് ഡോർ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. കാരണം വളരെ കുഞ്ഞു റൂമാണ്. ഇപ്പോൾ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടോ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ സ്ക്രീൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഡോറ് ക്ലോസ്ഡ് ആയിരിക്കും എപ്പോഴും വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും. അപ്പം ഇതാണ് നിങ്ങൾ കാണുന്ന വീഡിയോ ബാക്ക്ഗ്രൗണ്ട്. ആൻസിഫിൻ്റെ നിങ്ങൾ കാണുന്ന വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. സ്ക്രീൻ കണ്ടോ, ഇത്ര മാത്രമാണ് നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയുള്ളത്. മുകളിലത്തേക്കും താഴത്തേക്കും ഒട്ടൊന്നും വേറെ ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ദെൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ കാണാൻ നല്ല രസമാണ്. പക്ഷെ നേരിട്ട് കാണാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതൊക്കെ ഞാൻ സ്പെഷ്യലി ചെയ്തെടുത്ത സാധനങ്ങളാണ്. ഓക്കെ, ഇതിനൊരു ലൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ ലൈറ്റ് ഇടുമ്പോൾ ഭയങ്കര വെട്ടമായതുകൊണ്ട് ഞാൻ തന്നെ അത് യൂസ് ചെയ്യാറില്ല, നല്ല വെട്ടമായതുകൊണ്ട്. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ അതാണ് ഇവിടുത്തെ പരിപാടി. ഇനി നേരെ തിരിച്ച് ഓപ്പോസിറ്റ് വശം നോക്കുവാണെങ്കിൽ ഇതെൻ്റെ റൂം തന്നെ ആയിരുന്നു. അപ്പം ചാരി ഒരു കട്ടിൽ വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചെയറിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷേ സീസൺ തുടങ്ങി 2 ദിവസം ആയപ്പോൾ തന്നെ നടുവേദന എടുത്ത് എൻ്റെ അടപ്പിളവിയതുകൊണ്ട് ഞാൻ തന്നെ പോയി ഒരു ചെയർ എടുത്തിട്ട് ഇപ്പം എനിക്ക് കറങ്ങാൻ തിരിയാൻ അറിയാം, അങ്ങനെയൊക്കെ എടുത്തതാണ്. പിന്നെ ഇതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ടേബിൾ, സ്ക്രിപ്റ്റ് എഴുതുന്ന ടേബിൾ. സ്ക്രിപ്റ്റ് എപ്പോഴും നമുക്ക് വേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഇത് ബിഗ് ബോസിൻ്റെ ഇന്നിപ്പോൾ August 22 ആണെന്ന് കണ്ടില്ലേ? അതിൻ്റെ റിവ്യൂ ഇപ്പോൾ 10 ദിവസം ആയതേ ഉള്ളൂ. പേജ് 92 പേജായി. അത്രയ്ക്കും നമുക്ക് കോണ്ടന്റുകൾ കുറേ കിട്ടി. പിന്നെ ഈ ടേബിളിൻ്റെ പുറത്തുള്ള സാധനങ്ങൾ, ഇതെൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എഴുതാനുള്ള കുറച്ച് ഡയറി, പിന്നെ എൻ്റെ അലർജിക്കുള്ള മെഡിസിൻസ്, മോർണിംഗ് മുതൽ രാത്രി വരെ കുടിക്കാനുള്ള വെള്ളം, പിന്നെ ഇടയ്ക്കൊക്കെ ലൈവ് കാണുമല്ലേ, അപ്പം ചുമ്മാ കണ്ടാൽ പോരല്ലോ, സ്നാക്സ് ഒക്കെ കഴിച്ചിരിക്കാൻ വേണ്ടി സ്നാക്സ്, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ എൻ്റെ സ്പെക്സ്, എൻ്റെ ഫോണിൻ്റെ കവേഴ്സ്, അതെല്ലാം ഞാൻ മാറ്റി. പിന്നെ എനിക്ക് ഒരുങ്ങാനുള്ള എന്താ പറയുക, മുഖത്ത് തേക്കാനുള്ള സാധനങ്ങൾ, ലിപ്സ്റ്റിക്ക്, ചീപ്പുകൾ, ഫൗണ്ടേഷൻസ്, അങ്ങനത്തെ സാധനങ്ങൾ. ഇത് താഴ്ന്ന ഈ വെട്ടമാണ് നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്നത്. പക്ഷെ ഇതിപ്പോൾ ഓഫാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. അവിടെയാണ് സ്വിച്ച് ഉള്ളത്. അപ്പം ഇതാണ് ചുമരിലടിക്കുന്ന ലൈറ്റായിട്ട് നിങ്ങൾ കാണുന്നത്. ഇനി തന്നെ ഇവിടെ TV ഉണ്ട്. ഞാൻ TV ഓഫ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കോപ്പറേറ്റ് അടിക്കും. അപ്പം ഞാൻ ഇതിലാ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്, മാറി കാണും. ഇതാണ് മറ്റൊരു ചുമരാണ്. ഇതൊക്കെ ഞാൻ മുന്നേ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഇവിടെ തന്നെയായിരുന്നു നമ്മുടെ മുന്നത്തെ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ അതിനെ ചേഞ്ച് ചെയ്തതാണ്. ഇതായിരുന്നല്ലോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, അതിനെ ചേഞ്ച് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇവിടെ ചുമരിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ ഇവിടെ ലൈവ് എന്ന് പറഞ്ഞ് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. കാരണം ചില സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുക. അപ്പോഴത്തേക്കും ലൈവ് എന്ന് നമ്മൾ പിന്നീട് കുറേ ബാക്കിലേക്ക് പോകുമ്പോൾ ഞാൻ മറന്നു. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടി എഴുതി ഒട്ടിച്ചതാണ്. പിന്നെ എന്താ പറയുക, പേനകൾ തന്നെ, ആവശ്യമുള്ള പേനകളൊക്കെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇത് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് എൻ്റെ എഡിറ്റിംഗ് ടേബിൾ. കഴിഞ്ഞ വർഷം എഡിറ്റിംഗ് ടേബിൾ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം മുതലാണ് എഡിറ്റിംഗ് ടേബിൾ എല്ലാം വെച്ച് തുടങ്ങിയത്. കാരണം കണ്ട 8:40 രാത്രി. ഇപ്പോൾ എഡിറ്റിംഗ് ടേബിളൊക്കെ ഉണ്ടെങ്കിൽ വേഗത്തിൽ കാര്യങ്ങൾ നടക്കും. എഡിറ്റിംഗ് ടേബിളിൻ്റെ പുറത്ത് എൻ്റെ ഒരു മൈക്ക്, ക്യാമറ, ടിവിയുടെ റിമോട്ട്, മൗസ്, പിന്നെ കണ്ണടകൾ, അങ്ങനെ. പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കട്ടിൽ ചരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് റൂമായിരുന്നു. അപ്പോൾ എനിക്ക് കട്ടിൽ ആർക്കും കൊടുക്കാൻ മനസ്സിലാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത് ചരിച്ച് വെച്ചിരിക്കുക. ഇനി ഇവിടെ ഞാൻ കുറച്ച് സാധനങ്ങൾ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ. നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമത്തെ മൗസ് ബാറ്ററി ഊരണം. മീൻസ് ഈ മൗസിനകത്ത് ബാറ്ററി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇത് വേഗത്തിൽ ഒരു 10 days 15 daysനകത്ത് ബാറ്ററി തീരും. ഈ മൗസിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഇത് ഊരി വെക്കണം. അപ്പം ഞാൻ മറന്നു പോകും. ഈ കാര്യം മറന്നു പോകുന്നതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിരുന്നു, മറന്നു പോകുന്ന കാര്യം. രണ്ടാമത്തത് ഇത് ഫുഡ് കഴിച്ചോ. ആക്ച്വലി അതും ഞാൻ മറന്നു പോകും. അത് രാവിലെയും ഉച്ചയ്ക്ക് ഞാൻ പിന്നെയും കഴിക്കും. രാത്രിയുടെ കേസ് ഞാൻ മറന്നേ പോകും. വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ എന്തോ മിസ്സിങ് ആണല്ലോ, പിന്നെ വയറ് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ദെൻ അടുത്ത് ഏറ്റവും കൂടുതൽ മറക്കുന്ന സാധനമാണ് ക്യാമറയുടെ ബാറ്ററി ചാർജ്. എപ്പോഴും ഞാൻ ചാർജ് കുത്തിയോ ഇല്ല, ക്യാമറയുടെ ബാറ്ററി അവിടെ ചാർജ് ഇട്ടിരിക്കുക. അപ്പോൾ അത് ഞാൻ എപ്പോഴും മറന്നു പോകുന്ന മറ്റൊരു കാര്യമാണ്. ദെൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് തമ്പനയിൽ ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കും. വീഡിയോ മാത്രം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. തമ്പനയിൽ ഒന്നും എഡിറ്റ് ചെയ്യാൻ നിൽക്കത്തില്ല. പിന്നെ അടുത്ത വാട്സാപ്പിൽ തമ്പനയിൽ അയച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാപ്പിൻ്റെ വാട്സാപ്പിൽ അയച്ചു കഴിഞ്ഞാലാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുക ഈസി ആയിട്ട്. അപ്പോൾ അതും ഞാൻ അങ്ങ് മറന്നു പോകും. ദെൻ ഇൻസ്റ്റയിൽ ഇടാനായിട്ട് ഷോർട്സ് ചെയ്യണം. അപ്പോൾ അതും ഞാൻ മറന്നു പോകുന്ന കാര്യമാണ്. പിന്നെ ഇവിടെയും ആ ലൈവിൻ്റെ ഒരു കോപ്പി എഴുതി ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം മറന്നു പോകും. ഭയങ്കര മറവിയുള്ള ആളാണ് ഞാൻ. ഇനി ഇതൊക്കെ ആരാ എഡിറ്റ് ചെയ്യുന്നത്, എന്തിലാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ തന്നെയാണ്. എൻ്റെ ഫോൺ S24 Ultra ആണ്. ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ലാപ്പിൽ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രമേ ലാപ്പിൽ എഡിറ്റ് ചെയ്യത്തുള്ളൂ. എല്ലാം ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെയാണ്. എനിക്കത് തന്നെയാണ് ഇഷ്ടവും. പക്ഷേ അത് ഭയങ്കര സ്ട്രഗിളാണ്. നമുക്ക് ലൈവിലൊന്നും പെട്ടെന്ന് ലൈവിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ല. ഇനി ഈ റൂമിൻ്റെ മുകളിലേക്ക് പോകാനാണെങ്കിൽ ഇവിടെ എന്താ പറയുക, ബുക്സുകൾ, എൻ്റെ പണ്ടത്തെ ബുക്സുകളെല്ലാം ഞാൻ അടുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ പഴയ കണ്ണാണ്. പഴയ ബിഗ് ബോസിൻ്റെ കഴിഞ്ഞ വർഷം റിവ്യൂ ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ യൂസ് ചെയ്തിരുന്ന കണ്ണാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം കണ്ണ് പുതുക്കിയപ്പോൾ അതങ്ങ് മാറ്റി. അപ്പം നിങ്ങൾക്ക് ഇതാണ് എൻ്റെ സ്റ്റുഡിയോയിലെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാൻ സാധ്യതയൊന്നുമില്ല. കാരണം തട്ടിയും മുട്ടിയും ഓരോ ലെവലിൽ കൊണ്ടുപോകുന്ന ഒരു സ്റ്റുഡിയോയാണ് അൻസിഫിൻ്റെ ഈ സ്റ്റുഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ബിഗ് ബോസ് നടക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തൊക്കെ വ്ളോഗുകളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി കാണണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും. ഹോപ്പ് യു ഗൈസ് ആർ എൻജോയ്ഡ്. അപ്പോൾ ബൈ.